ഇവിടെ ഡോക്ടർ രാജു കെ ബേബിയാണ് ഞാൻ. എല്ലാ എൻ്റെ വന്യ പ്രേക്ഷകർക്കും എൻ്റെ വന്യമായ കോപ്പുകൈ അർപ്പിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഞാൻ ഡോക്ടർ രാജു, കൊട്ടാരക്കരക്കടുത്ത് തൃക്കടമംഗലിൽ പ്രെയർ ക്ലിനിക്ക് നടത്തുന്നു. ഇന്ന് എനിക്കൊരു സെപ്പറേറ്റ് വിഷയത്തെക്കുറിച്ചാണ് പറയുവാനുള്ളത്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വിഷയം, അത് വിഷാദ രോഗമാണ്. 1980-കളിൽ നടത്തിയ സർവേയില് ഏതാണ്ട് 100-ല് 10 രോഗികൾ മാനസിക രോഗിയാകുമ്പോൾ ഇന്ന് അതിന്റെ ശതമാനം 20% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഡിപ്രഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ന് ഡിപ്രഷന് നല്ല മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആൾക്കാർ വയലന്റ് ആവാതെ, അത് ഓഫീസിലും മറ്റെവിടെയും അത് കാണിക്കാതെ ഈ മാനസിക രോഗത്തെ മുന്നോട്ട് തരണം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ ഡിപ്രഷൻ വരാനുള്ള കാര്യങ്ങൾ ഒന്ന് ഹെറിഡിറ്ററി ആണ്. അതായത് പാരമ്പര്യമായിട്ട് ആൾക്കാർക്ക് വിഷാദ രോഗങ്ങൾ വരാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പാരമ്പര്യമായിട്ട് രോഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ വരാം. അതുപോലെ ഈ സൈക്കോസിസ്, ന്യൂറോസിസ് എന്ന് പറയുന്ന 2 തരം രോഗങ്ങളുണ്ട്. ഇത് ഡിപ്രഷൻ എന്ന് പറയുന്ന ന്യൂറോസിസ് ആണ്. പൊതുവെ മറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ വളരെയധികം ആലോചന ഇതായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ലോകത്തിലെ ഒന്നും ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. അവർ ഡിപ്രഷനിൽ നിന്ന് കയറിയില്ലെങ്കിൽ അവര് ഡിപ്രഷനിൽ നിന്ന് താഴോട്ട് പോകും. ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡിപ്രഷനുള്ള ആൾക്കാർ കുറെ പേര് സൂയിസൈഡ് ചെയ്യുന്നു. ഇന്ന് സൂയിസൈഡ് ചെയ്യുന്നതിൽ ഒരു നല്ല ശതമാനം ആൾക്കാരും ഡിപ്രഷനാണ്. തങ്ങളുടെ ജീവിതകാര്യങ്ങൾ ക്രമീകരിക്കാതെ തങ്ങളുടെ വരവിനെക്കാട്ടിൽ കൂടുതൽ ചെലവാക്കി സാമ്പത്തിക ഗണികളെ വീഴുന്നതാണ് വലിയൊരു കാര്യം. നമ്മളെപ്പോഴും നമ്മുടെ വരവ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, നമ്മുടെ ചെലവ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മുടെ വരവിൽ കൂടി ചെലവാക്കി നമ്മൾ ആർഭാടമായി കടമെടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരേടത്തിന്റെ ആധാരം ബാങ്കിലായിരിക്കും. പിന്നെ നമുക്ക് ഇത് നഷ്ടപ്പെടും, പിന്നെ ജപ്തി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ വരവിൽ കൂടുതൽ നിങ്ങൾ ചെലവാക്കരുത്. അങ്ങനെ ചില കാര്യങ്ങൾ, തട്ടിപ്പ്, ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള തട്ടിപ്പ്, ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സൈബർ ക്രൈംസ്, ഇതെല്ലാം അതിന്റെ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ളത് പ്രണയ നൈരാശ്യമാണ്. ഈ പ്രണയം ചെയ്യുന്ന ആൾക്കാര്, പ്രണയം നല്ലത് തന്നെ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കുടിസിതമായിട്ടുള്ള സമൂഹത്തില്, കേരളത്തില് അല്ലെങ്കിൽ വേലയില് ഈ പ്രണയമെല്ലാം തെറ്റാണെന്ന് പറയിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, പ്രണയമൊക്കെ നല്ലതാണ്, പ്രേമിക്കുക. പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് 100% എല്ലാം പ്രതീക്ഷിക്കരുത്. അവരെപ്പോഴാണ് അവരുടെ വാക്കുകൾ മാറുന്നത്, അല്ലെങ്കിൽ പെണ്ണ് എപ്പോഴാണ് അവരുടെ വാക്കുകൾ മാറുന്നത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് 100% അതിൽ ആശ്രയിക്കരുത്. എൻ്റെ ചേട്ടൻ്റെ പൂർണ്ണമാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി എനിക്ക്, എൻ്റെ ഗേൾഫ്രണ്ട് എനിക്ക് എല്ലാമാണ്, എൻ്റെ ഹൃദയത്തിൽ അവൾ കയറിയിരിക്കുന്നു, ഇനി അത് വിട്ടുപോകത്തില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മരിക്കേണ്ടി വരും. മരിക്കാൻ തയ്യാറുള്ളവരൊക്കെ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ഇവിടെ ഒരു ഡോക്ടറുടെ കടമ അങ്ങനെയല്ല. ഈ ഡിപ്രഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു, അതിന്റെ മൂല കാരണം മിക്കതും കടമാണ്, ഇല്ലെങ്കിൽ പ്രണയമാണ്, ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് ആകാം, അല്ലെങ്കിൽ ആ സമയത്താണ് ഈ ആൾക്കാരെ കഞ്ചാവിലേക്ക് തിരിയുന്നത്, കള്ളുകുടിയിലേക്ക് തിരിയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സൊസൈറ്റി അല്ല. ഒരുത്തനോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരുത്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രണയമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ഒരു സംസാരമാണ് നമ്മുടെ ഈ കേരളത്തിന്റെ വൈതരികമായിട്ടുള്ളൊരു സ്വഭാവം. ഈ സ്വഭാവം അങ്ങനെ അല്ല എന്നുള്ളത് മറ്റു രാജ്യങ്ങളിൽ പോയവർക്കും മറ്റു സ്റ്റേറ്റിൽ പോയവർക്കും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ സംശയരോഗങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വേറൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഡിപ്രഷനാണ്. അപ്പോൾ ഈ ഡിപ്രഷനുള്ള ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു കുടിസായ മുറിയിൽ ഇരിക്കരുത്. ഇന്ന് തൂങ്ങി മരണമുണ്ട്, ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരണമുണ്ട്, വിഷം കഴിച്ചാലുള്ള മരണമുണ്ട്, ഇങ്ങനെ പല വിധത്തിലായിട്ടുള്ള മരണങ്ങൾ ഉണ്ട്.
നിങ്ങൾ ഒരു മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുത്. നിങ്ങൾ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുക. എപ്പോഴും ഒരു ചൊല്ലുണ്ടല്ലോ, എം ഡി മൈൻഡ് ഈസ് ദ സീറ്റ് ഓഫ് ഡെവിൾ ഓർ ദ വർക്ക്ഷോപ്പ് ഓഫ് എ ഡെവിൾ. ഒരു ശൂന്യമായ ഒരു മനസ്സെന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തന പുരയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. ഒരിടത്ത് തന്നെ കുത്തിയിരിക്കരുത്. ഒന്നീ ആത്മീയ കാര്യങ്ങൾ നിങ്ങൾ താല്പര്യമെടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറി പോകുന്ന താല്പര്യമെടുക്കുക, ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന താല്പര്യം കാണിക്കുക, ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, മറ്റുള്ളവരോട് സംസാരിക്കുക, നല്ലൊരു ഫ്രണ്ടുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ നല്ലൊരു ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. എന്നാൽ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ഡിപ്രഷനുകൾ ഷെയർ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനായിട്ട് പോകുക, അതിനുള്ള പൈസ ഉണ്ടാക്കി. ഇന്ന് പൈസ ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. ഒരു സെയിൽസ് ഗേളായിട്ടോ സെയിൽസ്മാനായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ദിവസത്തേക്ക് ഒരു 10 ദിവസത്തേക്ക് 10,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും കടങ്ങി പോയി ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവുക. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ ഈ വിഷാദമൊക്കെ ഒന്ന് മാറും. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ അവൾ എന്നെ പിരിഞ്ഞു പോയി, വാർത്തനെ കെട്ടി എന്ന് വിചാരിച്ച് നീ ഒരിക്കലും നിരാശപ്പെടരുത്. ഈ ജീവിതത്തിൽ നിനക്ക് ഇത് മുന്നോട്ട് കടന്നു വരാം. ഇതൊന്നും ആവശ്യമില്ലാത്തവര്, ഇതൊന്നും കൊണ്ട് കഴിയാത്തവര് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സഹായം നേടുക. നാട്ടുകാരോടെല്ലാം പറയരുത് നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോവുക, എനിക്ക് ഇത്രയ്ക്ക് സുഖമില്ല എന്ന് നിങ്ങൾ പറയരുത്. പകരം നിങ്ങൾ ഡോക്ടറെ കാണുക, മാന്യമായിട്ട് കാണുക. അദ്ദേഹം തരുന്ന മരുന്ന്, ഇപ്പോഴത്തെ മരുന്നുകളൊക്കെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട്, കുറച്ച് കാലങ്ങൾ ശേഷമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഡോക്ടറോട് വിശദമായിട്ട് വരിക. വലിയ ബിസി ആയിട്ടുള്ള ഡോക്ടറോട് പോകരുത്, അപ്പോൾ അവർക്കത് കേൾക്കാനുള്ള സമയം കാണത്തില്ല. അപ്പോൾ കുറച്ച് ബിസി ആയിട്ടുള്ള ഡോക്ടറെ അടുത്തേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വിശദമായിട്ട് അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോട് സംസാരിക്കുക. നിങ്ങളുടെ ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നുള്ള കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ട് പറ്റും. ഇന്ന് ഡിപ്രഷൻ വേറെ വലിയൊരു പ്രസക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഏർലി മോർണിംഗ് റൈസിങ് ആണ്. അവർ സാധാരണ ആൾക്കാരെ പോലെ ഉറങ്ങുന്നില്ല, അവർ എത്രയും വേഗം എഴുന്നേൽക്കുന്നു. അവരുടെ മനസ്സ് കാമല്ല. അതുപോലെ വിശപ്പ് വളരെ കുറവാണ്. അവർ കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും. അവർക്ക് യാതൊരു കാര്യത്തിലും താല്പര്യമില്ല. ഏത് കാര്യത്തിന് വിളിച്ചാലും അവർ മാറിക്കളയും. അങ്ങനെ എത്രയോ കേസുകൾ എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ആരോടും ചേരാതിരിക്കാനല്ല, സമൂഹമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക. ഈ സമൂഹമായിട്ട് ഒത്തുചേർക്കാനായിട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ സമൂഹം നിങ്ങൾക്ക് ഭാര്യയാകും, നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാര്യയാകും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ കൊളോക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. ഈ ഡിപ്രഷനുണ്ട്, രാത്രി ഉറക്കമില്ല, ഇനി എനിക്ക് എന്ത് ചെയ്യും, ഇനി എനിക്കൊരു ജോലി കിട്ടും. ജോലി ഇവിടെ തന്നെ ഉണ്ട് സഹോദര, നീ വർക്ക് ചെയ്യാൻ റെഡിയാവുക. ഇവിടെ തന്നെ ജോലി കിട്ടും. ഇവിടെ ഒരു ബംഗാളി പോലും ഇവിടെ ജോലി ഇല്ലാതെ നിൽക്കുന്നില്ല. ഇവിടെ നേരെ ഒരു മലയാളികൾക്ക് പോലും ഒരു ജോലി കിട്ടുന്നില്ല. കാരണം വർക്ക് ചെയ്യാൻ റെഡിയല്ല. ഇവിടെ നീ ജോലി ചെയ്യുക, നന്നായിട്ട് നീ ഫീൽഡിൽ ഒരു കുട്ടിയാണെങ്കിൽ നീ അധ്വാനിച്ച് നീ നല്ല രീതിയിൽ ഉണ്ടാക്കുക. അല്ലാതെ ഫോണിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയങ്ങളെക്കാളെ അധികം കളയരുത്. അങ്ങനെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും നിനക്ക് എൻജോയ്മെന്റ് തരുന്ന ഏതാണ്, എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ എൻജോയ് ചെയ്യുക എന്ന് വിചാരിച്ച് കഞ്ചാവ് വലിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഡിപ്രഷൻ പൊങ്ങി വരാനായിട്ട് പറ്റും. നിങ്ങളുടെ മറ്റെല്ലാ സംശയങ്ങളും എൻ്റെ ഇൻബോക്സ് ബോക്സിൽ നിങ്ങളിട്ട് ഇത് കമൻറ്റ് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ സഹപാഠികൾക്കോ കൂട്ടുകാർക്കോ ഷെയർ ചെയ്യണം. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വേറൊരു ടോപ്പിക്ക് കൊണ്ടുവരുന്നുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ അവസരം. അതുകൊണ്ട് നിങ്ങളൊരു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ